340 മില്യൺ യൂസേഴ്സോട് കൂടി ഇന്ത്യയാണ് വാട്സാപ്പിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യക്കാർക്ക് വാട്സാപ്പിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിലോട്ടൊന്നും കിടക്കുന്നില്ല, നമുക്ക് നേരെ കാര്യത്തിലോട്ട് കിടക്കാം. വാട്സാപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള പല അപ്ഡേഷൻസിൽ ഒന്നാണ് നമ്മുടെ വാട്സാപ്പിൻ്റെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. UPI ID നമ്മുടെ സിമ്മൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, അത്രയ്ക്ക് സേഫാണ്, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മളിപ്പോൾ എവിടെ കയറി കഴിഞ്ഞാലും വാട്സാപ്പിൻ്റേതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പലതും അതുപോലുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. പല ആൾക്കാരും ഇപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് വാട്സാപ്പിൻ്റെ പേയ്മെൻറ്റ്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാതെ നിങ്ങളാരും വാട്സാപ്പിൻ്റെ പേയ്മെൻറ്റ് ഉപയോഗിച്ച് തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്ന അതിൻ്റെ ഒരു സേഫ്റ്റിയെക്കുറിച്ചാണ്. ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുപോലെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമ്മുടെ വാട്സാപ്പിലുള്ള പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. പലർക്കും ഇതിനെക്കുറിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് എനേബിൾ ചെയ്യുക എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അത് സിമ്പിളാണ്. നമ്മൾ ആദ്യം വാട്സാപ്പിനെ ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇത് ഓപ്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ വാട്സാപ്പ് ആദ്യം അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള ഓപ്ഷനിൽ അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അവിടെ കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ ബാങ്കിനെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഏതാണോ ബാങ്ക് ആ ഫോൺ നമ്പർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് ഇട്ടിരിക്കുന്ന മൊബൈലിൽ വേണം. ആ നമ്പറിലുള്ള വാട്സാപ്പ് തന്നെ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ വെരിഫൈ വയ SMS എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് അലോ കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള SMS സെൻഡ് ആകുന്നതാണ്. തിരിച്ച് നമുക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ വന്ന ശേഷം നമ്മുടെ പ്രോസസ്സിംഗ് എല്ലാം നമ്മൾ ബാങ്ക് അക്കൗണ്ടും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പേയ്മെൻറ്റ് അക്കൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പേയ്മെൻറ്റിൻ്റെതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിനി ആർക്കെങ്കിലും പേയ്മെൻറ്റ് അയക്കുകയാണെങ്കിൽ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്ക് മാത്രമേ നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് വാട്സാപ്പ് പേയ്മെൻറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ ചാറ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് പേയ്മെൻറ്റ് ഇല്ല എങ്കിൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം പഴയ വാട്സാപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു എറർ ആയിരിക്കും കാണിക്കുക. നമ്മൾ വാട്സാപ്പ് പേയ്മെൻറ്റ് അദ്ദേഹത്തിന് ഉണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ എത്ര രൂപയാണോ അയക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് കൊടുത്ത ശേഷം നമ്മൾ അത് എന്തിനു വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ആണെന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം UPI പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട്, ഇത്രയും സിമ്പിളായിട്ട് നമ്മുടെ പേയ്മെന്റ് സെൻഡ് ആകുന്നതാണ്. ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് പേയ്മെന്റ് സെൻഡ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വാട്സാപ്പിലൂടെ പേയ്മെൻറ്റ് അയക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വളരെ സിമ്പിളാണ്. പക്ഷേ സേഫ്റ്റിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് വാട്സാപ്പിൽ ഒരുപാട് ഫ്രോഡുണ്ട്. ആൾക്കാർ ഫേക്ക് ID ഫേക്ക് നമ്പറൊക്കെ വെച്ചിട്ടൊക്കെ ഒരുപാട് വാട്സാപ്പൊക്കെ വരുന്നതും ഒരുപാട് കേസുകളൊക്കെ തന്നെ ഇപ്പോൾ രജിസ്റ്റർ ആവുന്നതും നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇറക്കിയിട്ട് ഉള്ള ആപ്ലിക്കേഷനായ ഗൂഗിൾ പേ പോലുള്ള ആപ്ലിക്കേഷനിൽ പോലും നന്നായിട്ട് ഫ്രോഡ് പരിപാടികളൊക്കെ നടക്കുന്നുള്ളത് നമ്മൾ തന്നെ വാർത്തയിൽ ഡെയിലി കാണുന്നുണ്ട്. ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട്. പലർക്കും ഗൂഗിൾ പേയിൽ പോയ എമൗണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടാത്ത സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട്. എനിക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വാട്സാപ്പിൽ വരുന്ന ഒരു പേയ്മെൻറ്റിൻ്റെ മെത്തേഡ് എത്രത്തോളം സേഫ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലിങ്ക് വാട്സാപ്പ് വഴി ഒരു ലിങ്ക് വരികയാണെന്ന് വയ്ക്കുക. അത് ചിലപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ വരെ കടത്തി നിർത്താൻ മാത്രം കെൽപ്പുള്ള ഒരു ലിങ്ക് ഒരാൾ ക്രിയേറ്റ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ ഒന്ന് അപ്രൂവ് കൊടുക്കേണ്ട താമസമുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഓർക്കാതെ, നമ്മൾ അത്രയ്ക്ക് ശ്രദ്ധിക്കാതെ ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് വാട്സാപ്പിൽ ഒരു അപ്രൂവൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാശ് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ വാട്സാപ്പ് GB വാട്സാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാട്സാപ്പുകൾ ഓൾട്ടർനേറ്റ്, അതായത് ആൾക്കാർക്ക് ക്രാക്ക് ചെയ്തൊക്കെ എടുത്ത് ഒരുപാട് വാട്സാപ്പിൻ്റെ ഫ്യൂച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ടുള്ള വാട്സാപ്പുകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള വാട്സാപ്പുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാരണവശാലും പേയ്മെൻറ്റുകളൊന്നും അതുവഴി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വാട്സാപ്പ് പേയ്മെൻറ്റ് പോലുള്ള സിമ്പിളായിട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിനകത്ത് ഒരുപാട് കാശൊന്നും നിങ്ങൾ ഇട്ടേക്കാതെ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഒരു അക്കൗണ്ട് ഈ വക ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
കാരണം എന്ന് പറയുന്നത് ഓരോ രീതിയിൽ പുതിയ പുതിയ ഫ്രോഡുകൾ വന്നു കഴിയുമ്പോഴേ ഇങ്ങനെയും ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുവരെ നമ്മൾ എത്രയൊക്കെ വാദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സേഫ് ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് എമൗണ്ട് മാത്രമുള്ള ഒരു അക്കൗണ്ട് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും. വാട്സാപ്പ് വഴി ഒരുപാട് ഫേക്ക് മെസ്സേജുകളും കോളുകളൊക്കെ നമുക്കൊക്കെ ആവശ്യം പോലെ വരാറുണ്ട്. നമ്മളതൊക്കെ പല വാർത്തകളിലും കാണുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ടാവാം. അതുപോലെ ഇനി വാട്സാപ്പ് പേയ്മെൻറ്റിനെ വേണ്ടിയിട്ടും പേയ്മെൻറ്റ് റിക്വസ്റ്റുകൾ ഫേക്കായിട്ട് ഒരുപാടൊക്കെ വരാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇനി അങ്ങോട്ട് ഫ്രോഡുകൾ ഇങ്ങനെ അതിനുവേണ്ടി തട്ടിക്കാനും വെട്ടിക്കാനും ഒക്കെ ഇരിക്കുന്നവർക്ക് പല വഴികളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വാട്സാപ്പിൻ്റെ UPI ഒക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ UPI പേയ്മെൻറ്റിൻ്റെ മെത്തേഡുകളൊക്കെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഒരിക്കലും മനസ്സിലാക്കാതെ നിങ്ങൾ ഒരു കാരണവശാലും ഈ വക പേയ്മെൻറ്റ് മെത്തേഡുകൾ ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും വാട്സാപ്പ് പേയ്മെൻറ്റ് പിന്നെയും ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ മസ്റ്റായിട്ട് എനേബിൾ ചെയ്യുക വാട്സാപ്പിൽ. അതുപോലെയുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാ രീതിയിലും നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ പേയ്മെൻറ്റ് ഒരാൾക്ക് നടത്തുകയാണെങ്കിൽ അത് അയാളുടെ നമ്പർ തന്നെയാണെന്ന് 2 പ്രാവശ്യമെങ്കിലും മിനിമം വെരിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഈ അറിവ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക.